നമസ്കാരം. ഏവരും മാർച്ച് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ദിവസമാകുന്നു. ഇന്ന് മാർച്ച് 1-ാം തീയതിയാണ്. ഇന്നേ ദിവസം നോക്കുമ്പോൾ ചില നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ജീവിതത്തിൽ രാജയോഗതുല്യമായ യോഗങ്ങൾ, ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആദരവ് പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരും. പല കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ അത് ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വേതന വർധനവിന്, അതേപോലെ തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ജോലിക്കായി ശ്രമിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും അവർക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം നിങ്ങൾക്ക് സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് ഗുണകരമായ മാറ്റങ്ങൾ, കൂടാതെ ഈ സമയം കലാകാരന്മാർക്കും അനുകൂലം തന്നെയാണ് സമയം. അവസരങ്ങൾ വന്നു ചേരും. ധനം, പ്രശസ്തി തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. എന്നാൽ യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും യാത്രകൾ മൂലം ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾക്ക് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ സമയമാകുന്നു. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച്, കുടുംബദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തടസ്സങ്ങൾ കൂടാതെ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ്. പൂര നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും സാമ്പത്തികപരമായ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാകുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ അനുമതികളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാണ്. കാലതാമസം നേരിടേണ്ടതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ മാറും. കൂടാതെ നക്ഷത്രാധിപനായ ശുക്രൻ 6-ാം ഭാവത്തിൽ തുടരുന്നതിനാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോകുന്നതിലൂടെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനത്തിന് സാധ്യത കൂടുതലുള്ള ഒരു സമയം കൂടിയാണ് ഇത്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ താല്പര്യം വന്നു ചേരുകയും അതിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുക്കുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. കൂടാതെ അന്യനാട്ടിൽ കഴിയുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ആരോഗ്യകാര്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ വന്ന് ഭവിക്കുന്നതാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് ആദിത്യനും ശനിയും അനുകൂല ഭാവത്തിലാണ് എന്ന കാര്യം ഓർക്കുക. തന്മൂലം ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് വളരെയധികം സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയേറെ മുന്നേറുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ വഴിമാറിപ്പോകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ അച്ഛനുമായി ബന്ധപ്പെട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതാകുന്നു. എന്നാൽ പാരമ്പര്യമായ സ്വത്തിന്മേൽ അവകാശം ലഭിക്കുകയോ അല്ലെങ്കിൽ സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. മക്കളുടെ പഠിപ്പ്, തൊഴിൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്ന് ഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. മക്കളുടെ വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ട്
അനുകൂലം തന്നെയാണ് സമയം. അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്ന് ഭവിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജാഗ്രത പല കാര്യങ്ങളിലും വച്ച് പുലർത്തുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. അശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിച്ച സഹായം ജീവിതത്തിൽ ലഭിക്കുന്നതായ അവസരങ്ങൾ കൂടി കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക, ഇഷ്ടദേവതയുടെ നാമങ്ങൾ ജപിക്കുക. പ്രത്യേകിച്ചും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കുടുംബദേവതയെ ആരാധിച്ച് കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം കൂടി നടത്തുവാൻ സാധിക്കുന്നത് ശുഭകരമാണ്. സാധിക്കുന്നവർ ആ കാര്യം കൂടി ചെയ്യുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. മാസത്തിന്റെ മധ്യം വരെ നക്ഷത്രനാഥനായ ചൊവ്വ ഉച്ചത്തിലാണ് ഉണ്ടാവുക. അതുമൂലം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിജീവിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് വഴിയൊരുങ്ങും എന്ന കാര്യം ഓർക്കുക. എന്നാൽ കന്നിക്കൂറുമായി ബന്ധപ്പെട്ട് ആദ്യ പകുതി അവർക്ക് അനുകൂലം തന്നെയാകുന്നു. ഈ സമയം നിങ്ങളുടെ അധ്വാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാം. സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. കലാകാരന്മാർക്ക് തീർച്ചയായും അംഗീകാരങ്ങൾ, പ്രശസ്തി, ധനം എന്നിവ തേടിയെത്തുന്ന സമയം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ ഈ സമയം കലാകാരന്മാർ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ലാഭങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം മാസത്തിന്റെ രണ്ടാം പകുതിയാകുന്നു. തുലാക്കൂറുകാർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ക്ഷേമവും സൗഖ്യവും അധികരിക്കുന്നതാകുന്നു. അതായത് ധാരാളമായി ക്ഷേമവും സൗഖ്യവും ഇവരെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയാണ് സമയം. ഈ സമയം തീർച്ചയായും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട്, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അതിനാൽ ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും.